ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനേ നമ്മുടെ അമൃതം പൊടി ഉണ്ടല്ലോ അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടണേ, അപ്പോൾ അതുകൊണ്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. കുറുക്കാക്കി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. കൊച്ചു കുട്ടികൾക്കല്ല, കുറച്ച് 2-3 വയസ്സൊക്കെ ആയ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്, 1 കപ്പ് പഴവും, പിന്നെ കുറച്ച് അമൃതം പൊടി കേട്ടോ. പിന്നെ ശർക്കര ഒന്ന് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അരിച്ചെടുത്തതാട്ടോ, ഉരുക്കി അരിച്ച് മാറ്റിയതാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ നാളികേരല്ലേ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ പഴം ഇട്ട് കൊടുക്കുക. പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കാൻ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ കറ ചൊയ്ക്കും. അപ്പോൾ ഇതാവുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് ശർക്കരയിൽ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നല്ലോണം വെന്ത് പോകും വേണ്ട, എന്നാൽ ഒന്നും കൂടെ ആയിക്കിട്ടും വേണം. അപ്പോൾ 1-2 തിളയ്ക്കുമ്പോൾ നമുക്ക് അമൃതം പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അമൃതം പൊടിയും തന്നെ നമ്മൾ വറുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല ടേസ്റ്റാണ്. ഞാൻ അപ്പോൾ ഏതായാലും വറുത്തിട്ടൊന്നുമില്ല, വറുക്കാത്ത പൊടി തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഏലക്കായൻ്റെ പൊടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ കുട്ടികൾക്ക് ഏലക്കായൻ്റെ പൊടി വലിയ ഇഷ്ടമല്ല, അപ്പോൾ ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ആയി കിട്ടും. ശർക്കര വെള്ളത്തിൽ നമ്മുടെ പൊടി നല്ലോണം വെന്ത് വരും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് 1.5 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചൂടാറിയിട്ട് ഇതുപോലെ നമ്മളെ കയ്യിലിട്ടിട്ട് ഏത് ഷേപ്പും ആക്കുക. ഞാൻ ഇപ്പോൾ ഏതായാലും റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കുക കേട്ടോ, ലഡു പറഞ്ഞാണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ രസമാട്ടോ. അപ്പോൾ മക്കളങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ വന്ന് അങ്ങനെ കഴിച്ച് പോയിക്കോളും. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തു. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്യട്ടോ. അപ്പോൾ ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പൊന്നുമില്ല, അപ്പോൾ ഞാനതൊന്നും ചെയ്തിട്ടില്ല, കുട്ടികൾക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്ന് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്